വി സാംബശിവൻ എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്കൊരു കാര്യം, സാംബശിവൻ്റെ മകൻ വസന്തൻ നമുക്കിപ്പം ചേരുന്നു. അലക്സറ മുഹമ്മദ് അവിടെ ഉണ്ട്. അലക്സറ മുഹമ്മദ് ആയിരിക്കും അദ്ദേഹത്തോട് സംസാരിക്കുക. ഓവർ ടു യു അലക്സറ മുഹമ്മദ്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയൂ. അപ്പോൾ നമ്മൾ മുകേഷ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകേഷിനോട് കാര്യങ്ങൾ ചോദിക്കാണ്ട്. മുകേഷിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന വി സാംബശിവനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞാൽ മുകേഷിൽ നിന്ന് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഓക്കെ, ഓവർ ടു യു അലക്സറ മുഹമ്മദ്. മുകേഷോടെ നിൽക്കും, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്, കുഴപ്പമില്ല. പറഞ്ഞതുപോലെ ആശ്രാമത്ത് പൊടിപൂരമാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം പുരോഗമിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ വേദികൾക്കും കൊല്ലത്തെ മഹാരഥന്മാരുടെ പേരുകൾ നൽകി എന്നുള്ളതാണ്. 8ാം വേദിയിലേക്ക് പോയാൽ ആ വേദിയുടെ പേര് വി സാംബശിവൻ സ്മൃതി എന്നാണ്. ഇവിടെ എത്തിയത് മുതലുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കഥകൾ കേൾക്കണമെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളെ കാണണമെന്നും അദ്ദേഹം ജീവിച്ചിരുന്ന ഇടത്തേക്ക് വരണമെന്നും ഒക്കെയുള്ള വലിയ ആഗ്രഹമായിരുന്നു. അതാണ് ഈ സഫലമാകുന്നത്. അദ്ദേഹം ജീവിച്ച ഈ കച്ചേരിമുക്കിലെ താമരത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ആ വീട്ടിലാണ് ഞാനുള്ളത്. ആ വീട് പഴയ വീടല്ല, അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീടിനോട് ചേർന്നൊരു ചെറിയ ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനിൽ ഒരു ചെറിയ സ്മൃതി കുടീരം കാണാം. അതിൽ അദ്ദേഹം, വി സാംബശിവനുണ്ട്, സഹധർമ്മിണിയുണ്ട്. നേരത്തെ ഇവിടെ ഒരു പ്രതിമ, ഒരു വെങ്കല പ്രതിമയുണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ചവറത്തേക്കും ഭാഗത്തേക്കുള്ള സ്മാരകം അവിടെ നിർമ്മിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറ്റിയെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ അല്പം മുമ്പ് വസന്തകുമാർ സാംബശിവൻ പറഞ്ഞത്. നമുക്കറിയാം വി സാംബശിവൻ ആരാണെന്നറിയാം. ഈ കഥാപ്രസംഗ കല എന്നതിനെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ അതിൽ ആദ്യം വരുന്ന പേരാണ്. കഥാപ്രസംഗ കലയുടെ കുലപതിയാണ് വി സാംബശിവൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. 929 ജൂലൈയിലാണ് അദ്ദേഹം ചവറയിൽ ജനിക്കുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകിയ ഒരു കാര്യം, അദ്ദേഹം 20ാം വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ കഥ പറഞ്ഞു എന്നുള്ളതാണ്. 20ാം വയസ്സിൽ ഈ ഗുഹാനന്തപുരത്തൊരു ക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹം ആദ്യത്തെ കഥ പറഞ്ഞതായി കേട്ടിട്ടുള്ളത്. 49ലാണ്. ആ 49ലെ കഥ തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ കൗമാരം വിട്ട യുവാവായി യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം പറഞ്ഞത്, കലാശാല വിദ്യാലയം അല്ലെങ്കിൽ കലാശാല വിദ്യാഭ്യാസം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതിന് പക്ഷേ തന്റെ കയ്യിൽ പണമില്ല, ഞാനൊരു കഥ പറയാം, പകരം എനിക്ക് പണം തരൂ എന്ന് ആളുകളോട് പറഞ്ഞതായി അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഈ സംഭാവനകൾ, അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു 63-64 മലയാളികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ചൊന്നും ഈ ലോക സാഹിത്യത്തെ പറ്റി വലിയ ധാരണയും ഒന്നുമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം ടോൾസ്റ്റോയിയെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ടോൾസ്റ്റോയുടെ ദ പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന കൃതിയെ അനീസിയ എന്ന കഥയായി, കഥാപ്രസംഗമായി ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുകയാണ്. നമുക്കറിയാം അതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണ് ഈ അനീസിയുടെ ക്യാരക്ടർ. പക്ഷേ അത് അത്രയും ഹൃദയഹാരിയായി അദ്ദേഹം ആളുകൾക്ക് ഇടയിലേക്ക്, പ്രേക്ഷകർക്കിടയിലേക്ക്, തന്റെ കേൾവിക്കാർക്കിടയിലേക്ക്, ശ്രോതാക്കൾക്കിടയിലേക്ക് അദ്ദേഹം എത്തിക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൃത്യമായി 64 തൊട്ടടുത്ത വർഷം ഷേക്സ്പിയറിന്റെ ഒഥല്ലോ, അതും സമാനമായി തന്നെ ആ വിശ്വസാഹിത്യ കൃതി ആളുകളിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് ഒരുപാട് കൃതികൾ. 75 നവംബർ 25 നമ്മളിപ്പോൾ കേട്ട ഈ ദൃശ്യം, ഞാനൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ഈ ദൃശ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണും. അങ്ങനെ ഒരു ദൃശ്യമേ അവശേഷിക്കുന്നുള്ളൂ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. 75 നവംബർ 25 താൻ ആദ്യം 20ാം നൂറ്റാണ്ട് എന്ന ഈ കഥ പറയുന്നത്. ആ കഥ പറഞ്ഞതിന് ശേഷം ഗവൺമെന്റ് എനിക്കൊരു അംഗീകാരം തന്നു. അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം അനുഭവിച്ച കഥയാണ് പറയുന്നത്. അത് എന്നെ സംബന്ധിച്ച് ആവേശഭരിതമാണ് വി സാംബശിവനെ കുറിച്ച് ഓർക്കുമ്പോൾ. അദ്ദേഹത്തിന്റെ മകൻ വസന്തകുമാർ സാംബശിവനാണ് എനിക്കൊപ്പം ഉള്ളത്. ഇതൊരു മനോഹരമായ ഒരു നിമിഷമാണ്. കാരണം ഇതുപോലൊരു വലിയൊരു കലാമാമാങ്കം, ഏഷ്യയിലെ തന്നെ വലിയ കലാമാമാങ്കം ഇവിടെ നടക്കുന്നു. വി സാംബശിവന്റെ സ്മൃതി അവിടെയുണ്ട്. അദ്ദേഹത്തെ ഓർക്കുന്നു. എങ്ങനെയാണ് ഈ സമയം അനുഭവപ്പെടുന്നത്? ഇത് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയായി മാറി എന്നതാണ് സത്യം. ആദ്യം ഒരു ആവേശമായിരുന്നു. 15 വർഷത്തിന് ശേഷം കൊല്ലത്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വരുന്നു. അതിൻ്റെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു സവിശേഷത, 100 വർഷം തികയാണ് കഥാപ്രസംഗ കലയ്ക്ക്. അങ്ങനെ ഒരു ആവേശമാണ് എനിക്ക് തോന്നിയത്. 15 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇവിടെ ഈ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോൾ 100ാം വർഷം കഥാപ്രസംഗം എത്തി നിൽക്കുന്നു. 1924 കഥാപ്രസംഗം ആരംഭിച്ചത്. 2024 100 വർഷമായി. അതിൻ്റെ ഒരു ആവേശമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്ന ഈ കലാമാമാങ്കം കണ്ട് ആകെ ആവേശഭരിതനാണ് ഞാൻ. ഒന്നാമത് വലിയ പ്രതീക്ഷയാണ്. കഥാപ്രസംഗ ഇനത്തിൽ കുട്ടികൾ ഒന്നാന്തരം പെർഫോമൻസസ് കാഴ്ചവെക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നലെ ഹൈസ്കൂളിൻ്റെ കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ ഞാൻ അങ്ങോട്ട് ധൃതിപ്പെട്ട് നിൽക്കുകയാണ് ഹയർ സെക്കൻഡറിയുടെ പെർഫോമൻസ് കാണാൻ. പേരാമ്പ്രയിൽ റവന്യൂ ജില്ലാ കലോത്സവത്തിന് ഞാൻ പോയിരുന്നു. എന്നെ അതിശയപ്പെടുത്തിക്കൊണ്ട്
ഈ പലരും അന്യം നിന്നു നിൽക്കുന്നു എന്ന് പറയുന്ന കഥാപ്രസംഗം ഉപാസിച്ചുകൊണ്ട് 87 മത്സരാർത്ഥികളാണ് അശ്രാമം താങ്ക് യു വസന്തൻ